ഇനി നീ അതേക്കുറിച്ച് ചിന്തിക്കണ്ട. ഖാൻ സാഹിബിനോട് തെറ്റിയ അപകടമാണ്. എനിക്കാ പേടിയൊന്നുമില്ല. ഞാൻ വിളിച്ചാല് സൈനബ് എന്റെ കൂടെ വരും. ഈ നാട് വിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കായിരുന്നു. പക്ഷെ അവനെ കാണണ്ടേ, ആ പെര പൂട്ടിയിട്ടിരിക്കുക. വാ ബാബു, ഒറ്റയ്ക്കിരുന്ന വിഷമം കൂടും. നീ വീട്ടിൽ പോകുന്നില്ലേ? പോണം. ബാബുവിന് എവിടെ പോയാലും ജീവിക്കാം. വീടില്ല, അപ്പനും അമ്മയും പെങ്ങന്മാരാരുമില്ല. എനിക്കെല്ലാവരും ഉണ്ട്. അതാ വിഷമം. വാ. നിങ്ങളുടെ മകൻ ജോസ് ഇന്ന് ഇവിടെ വരും. ഇന്നോ? ശാന്തമായിട്ട് കേൾക്കൂ. ആളെ കാണുമ്പോൾ ആവേശം ഒന്ന് പുറമേ കേൾപ്പിക്കരുത്. ഇവിടെ ഉള്ളവരോടും പറഞ്ഞേക്കും. പോലീസ് ഈ വീഡിയോ വിട്ട് നോട്ടം ഇട്ടിരിക്കേ. മോനെ, എന്റെ പൊന്നു മോനെ, നീ ഇങ്ങനെ ഞങ്ങളെ വിട്ടേച്ച്. അമ്മച്ചി കിടക്ക്. ലീലാമ്മേ, നീ ചാർലിയാ? ചാർലി, ചേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇത്രയും കാലം ഞങ്ങളെ ദ്രോഹിച്ചത് പോരെ? ചാർലി. ഗുരുത്വദോഷി, എന്റെ മോനിങ് വന്ന് കേറിയതേ ഉള്ളൂ. അമ്മച്ചിക്കറിയില്ല എത്ര രാത്രി ഞാനും അപ്പനും ലോക്കപ്പിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന്, അവിടുത്തെ തല്ലും തൊഴി എത്ര വാങ്ങിച്ചിട്ടുണ്ടെന്ന്. എന്റെ കർത്താവേ. ജോസെ, നീ പലരെയും കൊന്നിട്ടുണ്ടെന്ന് അവര് പറയുന്നു. എന്തിനാ പോനെ ഈ പാവം ചെയ്യുന്നത്? അതിന്റെ ശിക്ഷ അനുഭവിക്കുന്ന ഈ ഞങ്ങളെ കൊന്നു, നിനക്ക് പുണ്യം കിട്ടും. ഞാൻ കാരണം നിങ്ങളേറെ സഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിന് പ്രതിവിധിയായി ഈ നിലയ്ക്ക് എനിക്കൊന്നേ ചെയ്യാൻ കഴിയും. തത്വത്തിൽ തെറ്റാണെങ്കിലും ഞാൻ വഴങ്ങാം. എന്റെ തലയ്ക്ക് 50,000 രൂപ വിലയിട്ടിട്ടുണ്ട്. എന്നെ പിടിക്കാൻ സഹായിക്കുന്നവർക്കുള്ളതാണ്. ജീവനോടെയോ ശവമായോ. മോനെ, ചെല്ലു ചാർലി, പോലീസിലറിയിക്കും. ഞാനിവിടെ ഇരിക്കാം. ചേട്ടാ, കരയരുത്. നിങ്ങളെ സഹായിക്കാൻ കഴിയാത്തതിൽ എനിക്ക് വിഷമമുള്ളൂ. ഇനി കുടുംബം നോക്കേണ്ടത് നീയാണ്. ലീലാമേ, കുടിക്കാൻ ഇത്തിരി വെള്ളം. മോനെ, ചാർലി ഇല്ലേ? എന്താ? ചാർലി, നവജീവൻ ബമ്പറിന്റെ സീരീസിൽ 6 എണ്ണമേ പോയിട്ടുള്ളൂ. അതിലൊന്നും നീയാ വിറ്റത്. ആർക്കാ കൊടുത്തെന്ന് ഓർമ്മയുണ്ടോ? അത് പിന്നെ 5 രൂപയുടെ ഈ ഒന്നേ നീ വിറ്റിട്ടുള്ളൂ. പറ. മാർക്കറ്റിൽ ആർക്കും ആണ് കൊടുത്തത്. ആളെ എനിക്കറിയില്ല. പറ. ചാർലി, അവനെവിടേക്കാവും പോകുന്നത്? വാ. ഉറപ്പാകും ഇതിന് സമ്മാനം കിട്ടിയിരിക്കും. അല്ലെങ്കിൽ രാത്രി ഇവർ അന്വേഷിച്ച് വരേണ്ട കാര്യമില്ല. നീ മാറിക്കോ വേഗം, അല്ലെങ്കിൽ കുഴപ്പമാണ്. പോ പോ ബാബു.
വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനല്ലോ വിളിച്ചു വരുത്തിയത്. ഓന് കിട്ടിക്കണത് 1ാം സമ്മാനം തന്നെയല്ലേ? അതേന്ന് ഞാൻ നോക്കിയതാ. ഖാൻ സാഹിബേ, മൂപ്പൻ എന്റെ ജോലിക്കാരനാ. അയാൾ പറയുന്നതിനപ്പുറം ബാബു കേൾക്കില്ല. ഇന്നലെ ഭാഗ്യം കൊണ്ടായി രക്ഷപ്പെട്ടു. ഇവിടെ ആവുമ്പോ അനക്ക് ആരെയും പേടിക്കണം. മുതലാളിന്റെ നെലിയും വലിയ എനക്കറിയാലോ. വക്കീലാണെങ്കിൽ പഠിപ്പും വിവരവും ഉള്ള ആളാണ്. കൂട്ടത്തില് കാൻസായിവും. അവര് പറയുന്നത് കേട്ട് നടക്കും. എന്റെ ഗുണത്തിന് വേണ്ടിയാ ഞാൻ പറയുന്നത്. എന്താ 2.5 കോടിയല്ലേ സമ്മാനം? ആ, അതിൽ 33% സർക്കാർ നികുതിയും 10% ഏജന്റിനും പോകും. ബാക്കി 1,45,00,000 കയ്യിൽ കിട്ടും. മലയാളി, നിങ്ങളൊക്കെ പറയും പോലെ അവൻ ചെയ്തോളൂ. എന്നാ ടിക്കറ്റ് എടുക്കൂ. എടുത്തു കൊടുത്ത് ഇന്ന് തന്നെ നമുക്ക് ബാങ്കിൽ കൊടുക്കാം. മലയാളി, 8ഉം പൊട്ടും തിരിയാത്ത ചെക്കന് അവന്റെ ഗുണത്തിനെ. അതേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി അയാൾ അകത്തുകൊണ്ടിരുത്തു. ഇതുവരെ പരിഭ്രമമായിരുന്നു. ഇപ്പൊ എല്ലാം തീർന്നല്ലോ. പുറത്ത് ആളുകൾ കൂടി വരികയാണ്. ആ പയ്യനൊന്ന് കാണിച്ചാൽ അവർ പിരിഞ്ഞു വയ്ക്കുള്ളൂ. ഇങ്ങനെ അങ്ങോട്ട്. ദാസപ്പം വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇനി പെങ്ങളെ ഉദ്ദേശം എന്താ അത് പറ. നമുക്ക് തീരുമാനിക്കാം. എല്ലാറ്റിനും സാഹിബിന്റെ സഹായം ഉണ്ടാവണം. കേട്ടില്ലേ പുറത്ത് ബഹളം? ഇനി അവനെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. ഞാൻ അവനെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ജനങ്ങളെ പേടിച്ചാണെങ്കിൽ ഓ നമ്മളെ വീട്ടിൽ താമസിക്കട്ടെ. അവിടെ ആരും വരില്ല. ഒരു വീടും വേണ്ട, ഹോട്ടലാ സൗകര്യം. അവന്റെ രക്ഷയ്ക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം. ഹലോ, അതെ. ഓ സോറി, ഇപ്പൊ സൗകര്യപ്പെടില്ല. ഞാൻ അറിയിക്കാം. പത്രക്കാരാ, പയ്യന് ഇന്റർവ്യൂ ചെയ്യണമെന്ന്. എന്റെ നേരെ ചേച്ചിയുടെ മോനാ ബാബു. പെറ്റേന്റെ 10ാം നാള് ആശുപത്രിയിൽ നിന്ന് ഓന്റെ തള്ള ചത്തു. പിന്നെ ഞാനാ പോറ്റിയത്. ആര് പോറ്റിയെന്ന്? മേരിയോ? പൊക്കിള് വീണേന് മുമ്പേ ആരോ വലിച്ചെറിഞ്ഞത് ആ ചെക്കനെ റെയിലിന്റെ വക്കത്ത്. ഞാനാ എടുത്തുകൊണ്ട് വന്നത്. ഇന്റെ മുല കുടിച്ചാ ബാബു വളർന്നത്. മുല കുടിപ്പിക്കാൻ കതീശത്താത്തന്റെ മുലയിൽ പാലുണ്ടായിനാ. ഓള് പെറ്റിട്ടില്ല, മച്ചിയാ. ചെറുപ്പത്തിൽ ബാബു കടപ്പുറത്താണ് വളർന്നത്. അവന്റെ അപ്പനും അമ്മയും ആരാണെന്ന് വക്കീലിന്റെ വീട്ടിൽ ചെന്ന് ചോദിക്കും. അവിടെ ഉണ്ടല്ലോ ബാബു. ഹായ് ചാർലി, ഇത്രയും ദിവസമായിട്ട് ഇങ്ങോട്ടൊന്നും കയറിയില്ലല്ലോ. ആന്റി, ആരാ വന്നേ നോക്കിയേ. ഇരിക്കു ചാർലി. ഞാൻ ആ ബാബു ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാ വന്നത്, ഒന്ന് കാണാൻ. ആ ലോട്ട് കിട്ടിയവനെയോ? ഹോ, എന്തൊരു ബഹളായിരുന്നു. പോലീസും ക്രൗഡും. അയാൾ ചാർലിയുടെ ഫ്രണ്ടാണോ? ഞാനാ അവനെ ടിക്കറ്റ് വിറ്റത്. ഓ, അപ്പൊ ചാർലിക്ക് കമ്മീഷൻ കിട്ടുമല്ലോ. അത് ഏജന്റിനാ. ഞാൻ ചാർലി അല്ലേ? നീനെ എപ്പോഴും നിന്നെ കുറിച്ച് പറയും. ഒന്ന് കാണാൻ ഞാനും ആഗ്രഹിച്ചതാ. ഇരിക്കും മോനെ. വീട്ടിൽ അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്? അതേ നില തന്നെ. അപ്പനിപ്പോ ബാൻഡ് വായിക്കാനൊന്നും പോവാറില്ലേ? ഇല്ല. മോനോ? വേറെന്താ ജോലി? ഇപ്പോഴൊന്നുമില്ല. ചാർലിക്ക് കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? ഫ്രിഡ്ജില് വല്ലതും? ഓ വേണ്ട. ഇരിക്കും മോനെ. എനിക്ക് ബാബുവിനെ കാണണം. അവൻ എവിടാ പോയത്? നമ്മുടെ ഹോട്ടലിലേക്കാണെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ വരാം ആന്റി. വരണം. ആ, ആൺമക്കളെ കൊണ്ട് ലാസർ ചേട്ടന് ഒരു ഗുണവും കിട്ടിയില്ല. ജോസ് ആണെങ്കിൽ പോയി. ജോലിയില്ലാതെ ഇവനും ഇങ്ങനെ നടന്ന ആ കുടുംബം എങ്ങനെ കഴിയും?